എമ്പുരാന്റെ ട്രെയിലർ കണ്ടു കാണുമല്ലോ. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു അഭിപ്രായം? അല്ല, പുതിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കൊലമാസമാണ്. ആ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് സെറ്റ് ചെയ്തു. ഒരു ജെയിംസ് ബോണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിഷൻ ഹോളിവുഡ്, അതെ അതെ, ജെയിംസ് ബോണ്ട്, മിഷൻ ഇമ്പോസിബിൾ സീരീസ് കാണുന്ന അതിന്റെ ട്രെയിലർ കാണുന്ന പോലെ ആ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ആ രീതിയിൽ വരികയാണെങ്കിൽ അതൊരു ഹ്യൂജ് ഹിറ്റ് സാധ്യതയുണ്ട്. ഇപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ ടൈഗർ സിന്ധാഹെ പോലുള്ള, ഏകദാ ടൈഗർ പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. പത്താൻ, അതൊക്കെ നല്ല ഹിറ്റായി മാറിയതാണ്. അപ്പൊ അതുപോലെ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ സിനിമ പാൻ ഇന്ത്യൻ രീതിയിൽ. പിന്നെ പൃഥ്വിരാജിന് മാർക്കറ്റ് അറിയാം, മുരളി ഗോപിക്ക് മാർക്കറ്റ് അറിയാം. മുരളി ഗോപിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റുകൾ പോലെ, പക്ഷെ സ്ക്രിപ്റ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഒരുപാട് ഫിലോസഫിയിലും കൂടി കയറി വന്ന് മുരളി ഗോപി ഭയങ്കര വായനയൊക്കെ ഉള്ള ഒരാളാണ്. അതിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ രസികം തൊട്ടുള്ള പല സ്ക്രിപ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ കണക്ഷൻ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്കുള്ള കണക്ഷനൊക്കെ യാന്ത്രികമായി പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ ഫിലോസഫി പറയുന്ന ഫീൽഡ് സീൻ ബൈ സീൻ കണ്ടിന്യൂറ്റി വരുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ടിയാൻ പോലുള്ള സിനിമകള് സത്യത്തിൽ നല്ല പടമായി, ഗംഭീര പടമായി. ശരിക്കും മലയാളത്തിൽ അടുത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില സിനിമകളുണ്ട് മലയാളത്തിൽ. ഒന്ന് ടിയാനാണ്, ഒന്ന് ഈ പറയുന്ന തീർപ്പ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സിനിമ. ഇതൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ സംഭവമുള്ള സിനിമകളാണ്. പക്ഷേ ഈ രണ്ട് സിനിമകളുണ്ട്. ഇപ്പം ടിയാൻ വന്നത് ഈ ലൂസിഫറിന് മുമ്പും തീർപ്പ് വന്നത് ലൂസിഫറിന് ശേഷമാണ്. ഈ രണ്ട് സിനിമകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് സിനിമകളിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ആളുകൾക്ക് ഒരു കനപ്പെട്ട സിനിമ എന്നുള്ളൊരു ഫീൽ, എടുക്കാൻ പറ്റാത്തൊരു സിനിമ എന്നുള്ള ഫീൽ. പിന്നെ നമ്മുടെ ഇതിലേക്ക് ഉൾക്കൊള്ളാൻ ഒരു ഡ്രൈ ആയി പോവുകയാണ്, ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയായിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് പക്ഷെ ലൂസിഫറിൽ വന്നതോടുകൂടി ഇവരെ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഗോപിയുടെ ഈ പറയുന്ന ഡ്രോബാക്സ് എല്ലാം തന്നെ പൃഥ്വിരാജ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഷോട്ടുകളുടെ മികവും ഷോട്ട് സെലക്ഷൻ, അതുപോലെ സ്ക്രിപ്റ്റുകൾ എനിക്കൊന്നും അത് പൃഥ്വിരാജന് പറഞ്ഞിട്ടുണ്ട്. ഞാനും മുരളിയും കൂടി ഒരു ബലപ്പെടുത്തുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മോഹൻലാലിനെ പോയി കാണുന്നത്. അപ്പം ഇവരെ ഡിസ്കസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മുരളിയുടെ ഈ നെഗറ്റീവ്സ് എല്ലാം തന്നെ പൃഥ്വിരാജിന് അറിയാമായിരിക്കും. അത് പൃഥ്വിരാജ് അഡ്രസ് ചെയ്യുന്നു. ഈ നെഗറ്റീവ്സ് മാറ്റി കഴിഞ്ഞാൽ ഈ മുരളി ഒരു ഗംഭീര സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കാരണം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് വേണ്ട ഉൾക്കാഴ്ചയും സിനിമ എന്നുള്ള മീഡിയത്തെ പറ്റിയുള്ള ധാരണയും അതിശക്തമായ ഫിലോസഫിക്കൽ ബേസും പിന്നെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ഒരു ആർജവും മുരളി ഗോപിക്കുണ്ട്. അപ്പോൾ പ്രശ്നം ഇതായിരുന്നു, മുരളി ഗോപി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് പൃഥ്വിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഇന്റർനാഷണൽ ഔട്ട്ലുക്ക് ഉള്ള ആളുകളാണ്. അതെല്ലാം നമ്മൾ എമ്പുരാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. ഈ ലൂസിഫർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മലയാളത്തിൽ അത്ര പുതുമയുള്ള സംഭവം എന്നല്ല. കഥ ആയിട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ആ പടം ലോകത്ത് 32 പ്ലോട്ടുകളേ ഉള്ളൂ. അത് തിരിച്ചു മോശം ഇടുന്നതാണെന്ന് പറയാം. ഇപ്പം നിങ്ങൾ ഷേക്സ്പിയറിനെ വായിച്ചാൽ ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളും ആവർത്തിക്കുന്ന കാണാൻ പറ്റും. ഒരേ പ്ലോട്ട് ആവർത്തിക്കുന്ന കാണാൻ പറ്റും. നിങ്ങളെല്ലാം വായിക്കണം, 3 കേട്ടിട്ടുള്ളൂ, മൊത്തം വായിച്ചു. അതുപോലെ തന്നെ ഷെർലക് ഹോംസ്, ഡോയലിന്റെ പല കഥകളും പ്ലോട്ടുകളും ആവർത്തിക്കുന്ന കാണാൻ പറ്റും. നമ്മുടെ ഭാഗ്യത്തിന് ഈ പറയുന്നതിന്റെ കാളിദാസ് ഒന്നും ഒരുപാട് എഴുതി കൂട്ടിയില്ല, അല്ലെ എഴുത്തച്ഛനൊന്നും. അതുകൊണ്ട് ആവർത്തനം കുറവാണ്, കുറച്ചല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പം ആ സിനിമയുടെ ഏറ്റവും വലിയ അതിന്റെ മേക്കിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ട്വിസ്റ്റ് വന്നു. ട്വിസ്റ്റിന് വേണ്ടിയുള്ള ട്വിസ്റ്റ് അല്ല, നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റ് ആഗ്രഹിച്ച സമയത്ത് വന്നു എന്നുള്ളത്. അതെല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ ആ സിനിമ അവസാനിക്കുന്ന ഒരു ഇന്റർനാഷണൽ ബാക്ക്ഡ്രോപ്പിലാണ്, തുടങ്ങുന്നു അങ്ങനെ തന്നെയാണ്. ഈ സിനിമയെ പിക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഇതിൽ നമ്മളിപ്പം ട്രെയിലർ കണ്ടിട്ട് പിന്നെ സിനിമക്കാർ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് ട്രെയിലറൊക്കെ വെച്ചിട്ട് ടോവിന്റെ ക്യാരക്ടറാണ് വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നതെന്ന് തോന്നുന്നു, അല്ലെ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നതെന്ന് നമുക്ക് ഇപ്പം തോന്നുന്നു. അതൊക്കെ ഒരു എന്തൂസിയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം സിനിമ ഇപ്പം കാണാൻ പോകുന്നത് ബേസിക്കലി പുതിയ പയ്യന്മാരാണ്. അപ്പൊ പുതിയ പയ്യന്മാരുടെ ട്രെൻഡ് നമ്മളിപ്പം അവരുടെ റിവ്യൂസ് വരുന്നുണ്ടല്ലോ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ. അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെയധികം ഒരു എന്താ പറയുക, ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, വളരെ എന്തൂസിയാസം കാണിക്കുന്നുണ്ട്. അപ്പൊ അവരാണ് ഒരു സിനിമ തിയേറ്ററിൽ പോയി ഹിറ്റാക്കുന്നത്. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി അവർ ഹിറ്റാക്കി കഴിഞ്ഞതിന്റെ ആ ഒരു ഹിറ്റാക്കുന്ന അവരാണ്. അവരുടെ ആദ്യത്തെ 2 ഷോയിലെ അഭിപ്രായം ഇപ്പം വളരെ നന്നായി. മുമ്പാണെങ്കിൽ ഇപ്പം ഫാസിലിന്റെ സിനിമകൾ, അസിസാറിന്റെ സിനിമകൾ, സിദ്ദീഖ് ലാലിന്റെ സിനിമകളൊക്കെ ആദ്യം ആരും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അഭിപ്രായം വന്ന് ഫാമിലി പോയാണ് ഹിറ്റാക്കുക. ഇപ്പം ഈ പിള്ളേരുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. ഇവരുണ്ടാക്കുന്ന ഹൈപ്പാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഈ ഫാമിലിക്ക് ഇവര് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫാമിലി വരാൻ വേണ്ടി തിയേറ്റർ ആരും കാത്തിക്കില്ല, അതായത് സിനിമ എടുത്ത് മാറ്റും. കാരണം ഒരുപാട് ഇന്റർനാഷണൽ സിനിമകളും എല്ലാം വരുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് സിനിമ എടുത്ത് മാറ്റിക്കളയും. മുമ്പത്തെ പോലെ വെയിറ്റ് ചെയ്യുന്ന സംഭവമല്ല. അപ്പൊ കോട്ടയം കുഞ്ഞച്ചാനൊക്കെ എപ്പോൾ ഇറങ്ങിയ ഒരു പക്ഷേ എനിക്കൊന്ന് ഫ്ലോ, കാരണം കോട്ടയം കുഞ്ഞച്ചാൻ അന്ന് കുറച്ച് ദിവസത്തേക്കാണ് തിയേറ്റർ ബുക്ക് ചെയ്തത്. ഓടുമെന്ന് മണിസാറിന് ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ പടം ഭയങ്കര ഹിറ്റായി. അതേപോലെ തന്നെ അനിയത്തിപ്രാവാണെങ്കിലും പിന്നെ മറ്റേതുണ്ടല്ലോ വാഞ്ചിക സ്പീക്കിംഗ് ആണെങ്കിലും ആദ്യമൊന്നും തിയേറ്ററിൽ ആളുണ്ടായിരുന്നില്ല. രണ്ടാഴ്ച എഴിഞ്ഞു പോയിട്ട് പിന്നെ ഹ്യൂജ് ഹിറ്റായി. ഒരുപാട് സിനിമ. അപ്പം ആ രീതിയിൽ പിന്നുള്ള സിനിമകൾ ഇപ്പൊ എത്രമാത്രം ഓടും എന്നുള്ളതൊരു ഘടകമാണ്. അപ്പം ഈ പിള്ളേരുടെ ഹൈപ്പിനനുസരിച്ച് അത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ അവർ കൊടുക്കുന്ന ഒരു അതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മള് ഫാമിലി പോകുന്നത്, ഇപ്പം ലൂസിഫറിന് ഫാമിലി പോകുന്നതിന് അവരുണ്ടാക്കുന്ന ഹൈപ്പിന്റെ ഒരു ഘടകമുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ പിള്ളേർ നല്ല അഭിപ്രായം പോയെന്ന് കാണാം. പക്ഷെ ഇത് മാർക്കോക്ക് വന്നിട്ടില്ല. മാർക്കോയിൽ വയലൻസ് ഉള്ളതുകൊണ്ട് പിള്ളേരുടെ ഹൈപ്പ് തന്നെയാണ് ആ പടം ഓടിയത്. പക്ഷെ അത് ഫാമിലി പോയിട്ടില്ല. ഇനി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര വലിയ മൂവി ബഫായിട്ട് ഞാൻ മാർക്കോ സിനിമ കണ്ടിട്ടില്ല. കാരണം അതിലെ ചില സീനുകൾ ഭയങ്കര നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ്. വെറുതെ കാശ് കൊടുത്ത് നമ്മൾ അസ്വസ്ഥ വിലക്ക് കാണിക്കേണ്ടത്. പക്ഷെ പടം വലിയ ഹിറ്റായി. അതേ പിന്നീട് ഈ പിള്ളേരാണ്. ഈ പിള്ളേർ കാണുമെങ്കിൽ ഇവരെ പുതിയ പിള്ളേർ ഇന്റർനാഷണലി കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് അവർക്ക് അത് പക്ഷേ മുമ്പ് അത്ര സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജോഷി സാറിന്റെ ദുബായ് എന്നുള്ള സിനിമ മലയാളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ദുബായ്. ഫുള്ള് ദുബായിൽ നിന്ന് എടുത്തത്. ദുബായ് പോയ ഒരു ഫീൽ കിട്ടും ആ സിനിമ കിട്ടിയാൽ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സിനിമ ഇവിടെ ഓടിയില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴാണ് ഒരു പക്ഷേ ദുബായ് ഓടാൻ മതി. ഈ പുതിയ പിള്ളേർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അവർക്ക് വിർച്വൽ വേൾഡിലുണ്ട്, അല്ലാതെ ഉണ്ട്. ഇപ്പം പക്ഷേ ഇവർക്ക് ഇന്റർനാഷണലി ഇവർ പല സ്ഥലത്ത് സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ വിർച്വലായിട്ട് കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് ഈ സിനിമയിലാണ്. ഈ എമ്പുരാനിൽ എങ്ങനെയാണ് വയലൻസ് ഒക്കെ? വയലൻസ് വലിയ വയലൻസ് ഉണ്ടാവില്ല. അപ്പൊ ലൂസിഫറിൽ നമ്മൾ കണ്ട അത്രയൊക്കെ വയലൻസ് ചോര തെറിച്ച് ഷർട്ടിനുള്ളിൽ വീഴുന്ന അത്രയൊക്കെ ഉള്ളു. അല്ലാതെ വലിയൊരു ഫാമിലി വലിയ വയലൻസ് വന്നാൽ ഫാമിലി പോവില്ല. അപ്പൊ ഫാമിലി പോകാത്തൊരു വയലൻസിലേക്ക് അത് പൃഥ്വിരാജിന് അതിനുള്ള ബുദ്ധി ഉണ്ടല്ലോ. പൃഥ്വിരാജിന്റെ പ്രത്യേകത വെച്ചാല് പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. കാരണം പല രീതിയിൽ ഇപ്പം നമ്മളെ അബിയുടെ മോനുണ്ടല്ലോ, അവൻ നേരിട്ട വർഷങ്ങൾ പോലെ. പക്ഷെ അവനുണ്ടായുള്ള നെഗറ്റീവ് ഷെയ്ഡ് പോലെ പൃഥ്വിരാജ് ഉണ്ടായില്ല. വലിയ എഡ്യൂക്കേറ്റഡ് ആയതിന്റെ ഗുണം പൃഥ്വിരാജ് ഉണ്ടായി. പല സൈഡിൽ നിന്ന് അയാൾക്കെതിരെ പല മൂവ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഡ്രൈവ് ചെയ്ത് അമ്മയുടെ അയാളുടെ ശക്തിയിൽ വന്ന ഒരാളാണ് അയാൾ. അപ്പൊ അയാൾക്ക് അറിയാം ഫാമിലി എപ്പം കയറും, എങ്ങനെ ചെയ്യണം, അതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം ദിലീപിനെ പറ്റിയും മമ്മൂക്കനെ പറ്റിയും നമ്മൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ അവർ ആ രീതിയിലുള്ള ഫൈറ്റ് അല്ല. അവർ ഈ സഹിച്ചു വന്ന ആളുകളാണ്. അവഗണനയൊക്കെ അവർക്ക് രണ്ടുപേരും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, പിന്നെ ഒരു എലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ അവര് സഹിച്ചു വന്ന ആ മീഡിയത്തോടുള്ള ഒരു അഭിനിവേശം കൊണ്ട് വരിക. ആ നിരന്തരം ഇപ്പം ആണെങ്കിൽ നമുക്കൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സിനിമ ചെയ്യുന്നവരാണ്. ആ എന്തൂസിയാസം എപ്പോഴും ഉണ്ട് മൂപ്പര്. അതാണ് മൂപ്പര് സിനിമകൾ വ്യത്യസ്തമായ സിനിമകൾ. ദിലീപും അടുത്ത കാലം വരെ ദിലീപിനുണ്ടായിരുന്നു. ദിലീപ് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും സിനിമ ദിലീപ് വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. നെഗറ്റീവിന്റെ ആളുകൾ പറയുന്നതാണ്, നമുക്കറിയില്ല കേട്ടോ അതൊക്കെ. പക്ഷെ സിനിമയുടെ അല്ലെങ്കിൽ ഇത്രയും കൃഷിഹാരത്തനായ ദിലീപ് ഇത്രയും വലിയൊരു സ്റ്റാറായി മാറില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടമായിരിക്കും എന്ന് തന്നെയാണ് എമ്പുരാൻ. അതിന്റെ പാൻ ഇന്ത്യ ജയിച്ച് ആ കാര്യം അതെനിക്ക് വലിയ ഉറപ്പില്ല. അത് കേരളത്തിൽ അതൊരു ഇപ്പോഴത്തെ ഒരു സാധ്യത ഇതുപോലെ ആണെങ്കിൽ അത് വലിയ ഹിറ്റ് ആവാൻ സാധ്യതയാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. സിനിമ വെള്ളിത്തിരയിൽ എത്തട്ടെ, ജനം എങ്ങനെ അതിനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.